മൈ ഓൾഡ് ഹോം എഴുതിയത് ഉസ്ന. അപ്പോൾ ഈ കഥയിൽ പറയുന്നത് കുറേ കാലത്തിന് ശേഷം, അതായത് ഉസ്ന് കുറേ കാലത്തിന് ശേഷം തന്റെ ആൻസിസ്റ്റർ ഹോം, തറവാട്ട് ഹോമിലേക്ക് വരെ അന്നേരം ഉണ്ടായിരുന്ന മെമ്മറീസ്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും പറഞ്ഞത്. 20 വർഷത്തിന് ശേഷം ആൻസിസ്റ്റർ ഹോമിലേക്ക് വരുമ്പോൾ എന്താണ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് ഓരോ ഓർമ്മകളിൽ ഇങ്ങനെ ഓർത്തുകൊണ്ടാണ് ഉസ്ന് വീട്ടിലേക്ക് വരുന്നത്. അതായത് ഇപ്രാവശ്യം വീട്ടിലേക്ക് വരുന്നത് വീട് കാണാൻ വേണ്ടിയിട്ടല്ല, അതായത് വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും വീട്ടിലത്തെ എല്ലാവരെയും ഓരോ ഓഫീസിൻ്റെ അടുത്ത് സെറ്റിൽ ആക്കാനും വീട് വിൽക്കാനും ആണ്, സെല് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉസ്നി വരുന്നത്. അപ്പോൾ ഈ ഉസ്നിൻ്റെ അമ്മക്ക് എന്ന് പറയുമ്പോൾ വീട് വെക്കാൻ ഒട്ടും ആവശ്യമില്ല, കാരണം ആൻസിസ്റ്റർ ഹോം, തറവാട് ഹോം എന്ന് പറയുമ്പോൾ കുറേ മെമ്മറീസ് ഉള്ളതാണ്. അപ്പോൾ പക്ഷേ മദർ ഒരിക്കലും തൻ്റെ വിഷമം, തൻ്റെ സാഡ്നെസ് പുറത്ത് കാണിക്കുന്നില്ല. അതേപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ ഇവരിങ്ങനെ ഇതാക്കുമ്പോൾ ജുണ്ടു ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരച്ചിട്ടുണ്ട് നമ്മൾ പറയുന്നത്. അങ്ങനെ ജുണ്ടുവിൻ്റെ പഴയ മെമ്മറീസ് ഇങ്ങനെ ഓർക്കുക. അപ്പോൾ ജുണ്ടു ഇവരും 10ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ജുണ്ടു എന്ന് പറഞ്ഞത് സർവൻറ്റിൻ്റെ മോനാണ്, പക്ഷെ അങ്ങനത്തെ സർവൻറ്റ് മാസ്റ്റർ ഒന്നും ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിനും ഇവർ എപ്പോഴും ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ ചുറ്റിക്കാണും. അതേപോലെ തന്നെ ജുണ്ടു എന്ന് പറയുന്നത് ജുണ്ടുവിൻ്റെ മൈൻഡ് വെച്ചാൽ ഭയങ്കര ചീർഫുള്ളാണ്, ഭയങ്കര നല്ലോണം കളിക്കുന്ന, ചീർഫുൾനെസ് ഭയങ്കര വൈബ്രേറ്റഡ് ആയൊരു കുട്ടിയാണ് 10ാമത്തെ വയസ്സിൽ. അതുപോലെ അവൻ്റെ മൈൻഡ് വെച്ചാൽ ട്രഷർ ഓഫ് മൈൻഡ്, ഭയങ്കര നല്ല നല്ല എന്താണ് ഭയങ്കര അടിപൊളി ചിന്തകളാണ് ആ സമയത്ത് ഉണ്ടാവില്ല. ട്രഷർ ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്, ചെറുപ്പത്തിൽ തന്നെ എന്ന് പറയുന്ന ആനിമലിനെ ഹാൻഡിൽ ചെയ്യും, ക്യാച്ച് ചെയ്യും. അതുപോലെ പക്ഷി ഉണ്ടാവില്ലേ, പക്ഷീനെ എങ്ങനെയാണ് പിടിക്കണമെന്നല്ലോ ഉസ്നയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഒരു ബാസ്ക്കറ്റിൽ ഗ്രെയിൻ വെച്ചിട്ട് ആ ഗ്രെയിൻ അവിടെ നിന്ന് പക്ഷി തിന്നുമ്പോൾ ബാസ്ക്കറ്റിലൂടെ പിടിക്കാമെന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ സീഷോർ ഷെല്ല് അങ്ങനെ കളക്ട് ചെയ്യും, സീഷോറിൽ നിന്ന് ഷെല്ല് കളക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു ട്രഷർ ഓഫ് മൈൻഡാണ് ജുണ്ടുവിൻ്റെത്. അതുപോലെ ജുണ്ടുവിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ, ജുണ്ടു ജനിച്ചത് ഇന്റർകുലാറ്ററി മന്ദിലാണ്. അതായത് ജുണ്ടു എന്ന് പറയുന്നത് അതിന്റെ എന്തോ മീനിങ് കൊണ്ടാണ് ജുണ്ടു എന്നിട്ട്. അപ്പൊ പിന്നെ ഇവരെ ചൈൽഡ്ഹുഡിന്റെ കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഒരു ആളുണ്ട് മിസ്റ്റർ യാങ് എന്ന് പറഞ്ഞിട്ട്, ഒരു ബീൻ കേടെല്ലാം വിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എന്താ വെച്ചാല് ആ സമയത്ത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു ആളിന് ഇപ്പൊ വെച്ചാൽ വയസ്സായപ്പോ കുറച്ച് അപ്പിയറൻസിൽ കുറെ മാറി പണ്ടത്തെ പോലെ. അതേപോലെ തന്നെ എന്താ പറയാ, യാന്റെ ഒരു അഭിപ്രായത്തില് റിച്ചുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ എപ്പോഴും മിശ്രമായിരിക്കും, അതായത് പിശുക്കന്മാരായിരിക്കും. എന്നാൽ പിശുക്കന്മാരെല്ലാവരും റിച്ചും ആയിരിക്കും. അങ്ങനെ എന്തോ യാനെ കുറിച്ച് പറയുന്നുണ്ട്. യാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടർ അല്ല, അതുകൊണ്ട് അങ്ങനെ അത് പഠിച്ചിട്ടും കൂടി കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, കുറെ കാലത്തിന് ശേഷം ജുണ്ടു വന്നിട്ട് ഇസ്നിനെ എന്താ വിളിക്കുന്നത്, മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായപ്പോൾ അപ്പോൾ അവരുടെ ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് അർത്ഥം. ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ ഒരു ഫോർമാലിറ്റി മാസ്റ്റർ എന്ന് വിളിച്ച് സംസാരിക്കുമല്ലോ. അപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് വന്ന്, സോഷ്യൽ ഡിസ്റ്റൻസ് അങ്ങനെ ഇങ്ങനെയെല്ലാം വന്ന് അവർ തമ്മിലിടയിൽ. അതുകൊണ്ട് ഇപ്പോഴത്തെ ജുണ്ടുവിൻ്റെ അവസ്ഥ വെച്ചാൽ വളരെ മോശമാണ്. മാരീഡ് ആണ്, മക്കളുണ്ട്, ടാക്സ് അടക്കണം, ഇപ്പോൾ ഫിനാൻഷ്യലി ഭയങ്കര ഇതാണ്, പോവർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജുണ്ടുക്കും ഭയങ്കര എന്താ പറയുക, ഭയങ്കര പാത്തറ്റിക് കണ്ടീഷനാണ് ജുണ്ടു ഇല്ലേ. ഇതെല്ലാം കാണുമ്പോൾ മദറിനും ഇവർക്കെല്ലാം വിഷമമുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ പുതിയ വീട് മാറുന്നതുകൊണ്ട് ഫർണിച്ചറെല്ലാം പുതിയ വാങ്ങാനാണ് പ്ലാൻ ഇടുന്നത്. അപ്പോൾ പണ്ടത്തെ ഫർണിച്ചറെല്ലാം എടുത്തോന്ന് പറഞ്ഞു, ചില ഫർണിച്ചറെല്ലാം അല്ല. അങ്ങനെ ജുണ്ടു ഉണ്ടാക്കി ഒരു ടേബിളും 4 ചെയറെല്ലാം എടുത്ത് എന്തൊരു വീട്ടിൽ ക്യാഷ് പോലും എടുത്തിട്ട്, കാരണം അത്രക്കും ബാഡ് സിറ്റുവേഷനാണ് ജുണ്ടു ജീവിക്കുന്നത് ഇപ്പോൾ. അതേപോലെ തന്നെ ലാസ്റ്റ് എന്താ ഷിങ്ഷാങ് എന്ന് പറഞ്ഞിട്ട് ജുണ്ടുവിന് ഒരു മോനുണ്ട്. ആ മോനും ഹങ്കർ നെഫ്യൂ എന്നിട്ട് അതായത് ഉസ്നിന്റെ നെഫ്യൂ ഉണ്ട് ഹങ്കർ എന്നിട്ട്. ഇവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ഉസ്ന ഇങ്ങനെ ലാസ്റ്റ് പറയുന്നത്, എനിക്ക് ഒരിക്കലും എൻ്റെ നെഫ്യൂ ഒരിക്കലും ഇപ്പോഴത്തെ ചുണ്ടുവിൻ്റെ അവസ്ഥയിൽ ആവരുതെന്നുണ്ട്. അങ്ങനെ എന്തോ ഓർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യേണ്ടി വന്ന്. പിന്നെ ഇവരെ തമ്മിൽ 10-20 വർഷം കാണാണ്ടായ സമയത്ത് ഇവർ 2 പ്രാവശ്യമായിട്ട് അപ്പുറം ഒരു സമ്മാനം ഗിഫ്റ്റെല്ലാം അയച്ചു കൊടുക്കുന്നത്. അതിൽ ഒരിക്കൽ അയച്ചു കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക, ഫെദറും ഷെല്ലെല്ലാം ജുണ്ടു അയച്ചു കൊടുത്തത്. പക്ഷെ ആ സമയത്ത് ഡിസ്റ്റൻസ് ആയിട്ട് അവർ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഇത്രയും കഥ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം വീട്ടിൽ വന്ന് ജുണ്ടു അമ്മ വീട് വിട്ടിട്ട് പോകാൻ നോക്കി. അപ്പോഴത്തേക്ക് അമ്മനെ ജുണ്ടുവിൻ്റെ പല ഓർമ്മകളും തന്ന്. പിന്നെ ജുണ്ടുവിനെ കാണുമ്പോൾ മാസ്റ്ററും ജുണ്ടുവിനെ കുറേ കാലത്തിന് ശേഷം കാണുമ്പോൾ ജുണ്ടുവിൻ്റെ ഫുൾ അപ്പിയറൻസേ മാറി. ഗ്രോസ്, അതായത് പണ്ടത്തേക്കാളും വലുതായി, അതായത് മുഖം ചുരുങ്ങി ജുണ്ടുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതായത് വയസ്സായതും അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒരു ഡിസ്റ്റൻസ് വന്നതും സോഷ്യൽ ഡിസ്റ്റൻസിലാണ് വന്നത്. അതാണ് ഈ കഥയിൽ മെയിനായിട്ട് പറയുന്നത്. ഇതിലധികം ചോദിക്കുന്നെങ്കിൽ ജുണ്ടുവിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, അത് ആദ്യം ഇങ്ങനെ 10ാമത്തെ വയസ്സിൽ ഇങ്ങനെയാണ്, ഇപ്പം ഇങ്ങനെയാണ്, അങ്ങനെയായിട്ട് എഴുതി കൊടുത്താൽ മതി. പിന്നെയുള്ളത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് വന്നത്, അതിങ്ങനെ സോഷ്യൽ ഡിസ്റ്റൻസ് വന്നത് ഇതിൽ ഇങ്ങനെ എഴുതി കൊടുത്താൽ. ഇതാണ് മെയിനായിട്ട് ചോദിക്കല്.